ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമ്മൾ ഇന്നലെ ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായത്തിൽ 2 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ പ്രവൃത്തി നിവൃത്തി അഥവാ യോഗം സാഖ്യം എന്നൊക്കെ നമുക്ക് വേർതിരിച്ച് പറയാവുന്ന 2 നിഷ്ഠകളിൽ രണ്ടും ഒന്നിച്ചനുഷ്ഠിക്കാൻ സാധ്യമല്ല. രണ്ടും വിഭിന്നങ്ങളാണ്, 2 അധികാരികൾക്കുള്ളതാണ്. അങ്ങനെയുള്ള നിഷ്ഠകളിൽ ഏതാണ് എനിക്ക് ശ്രേയസ്കരം? ഈ ഒരു സംശയമാണ് അർജുനൻ ഉന്നയിച്ചത്. അവിടെ ഭഗവാൻ മറുപടി പറഞ്ഞു, സന്യാസവും യോഗവും രണ്ടും പരമമായ നിശ്രേയസത്തെ ചെയ്യുന്നതാണ്. എന്നാൽ സന്യാസത്തേക്കാൾ യോഗമാണ് ശ്രേയസ്കരം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്യാസം ശ്രേയസ്കരമെന്നോ യോഗം ശ്രേയസ്കരമെന്നോ പറയുന്നത് ഉചിതമല്ല. ഓരോരധികാരിക്കും അതത് മാർഗമാണ് ഉചിതം. അപ്പം ആ നിലയ്ക്ക് രണ്ടിനെയും വേർതിരിച്ച് ഭഗവാൻ ഉപദേശിച്ചു. കൂടുതൽ സ്പഷ്ടതയ്ക്ക് വേണ്ടി അർജുനൻ ചോദിച്ച സ്തുതിക്ക്, അതും എനിക്കേതാണ് ശ്രേയസ്കരമെന്ന് ചോദിച്ച സ്തുതിക്ക്, നിനക്ക് ഇപ്പം കർമ്മയോഗമാണ് ശ്രേയസ്കരം എന്ന് പറയുകയാണ് ചെയ്തത്. തുടർന്ന് 3-ാം ശ്ലോകം മുതൽ നമുക്ക് ശ്രദ്ധിക്കാം. നോക്കൂ. ജ്ഞേയഃ സ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യത്തെ. ജ്ഞേയഃ സ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യത്തെ. തെറ്റോ ചൊല്ലുമ്പോൾ എന്നുള്ള സങ്കോചമൊന്നും ആവശ്യമില്ല. വീണിട്ട് തന്നെയാണ് നടക്കാൻ പഠിക്കുക. ഇനി ഒച്ചത്തിലൊന്ന് ചൊല്ലിയാൽ എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് അതും ചിന്തിക്കേണ്ട. വളരെ ചുരുക്കം സമയങ്ങളിലേ നമ്മളിങ്ങനെ ഒത്തുകൂടുള്ളൂ. ഒത്തുകൂടുന്ന സമയത്ത് ഭഗവത് വാക്യം, ഗീത ശ്രുതി അല്ലെങ്കിൽ പോലും ശ്രുതി സമാനം മാനിക്കപ്പെടുന്നതാണ്. അത് ചൊല്ലാൻ അവസരം ഉണ്ടാവുക പറഞ്ഞാൽ
അത് ഉപേക്ഷിക്കരുത്. അവസരങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ വീഴ്ചകൾ. ആ വീഴ്ചകളിൽ നിന്ന് പാഠം പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഏതായാലും വിഷയത്തിലേക്ക് വരാം. സഹ നിത്യസന്യാസി ജ്ഞേയഃ യഹ ന ദ്വേഷ്ടി ന കാംക്ഷതി. ഭഗവാൻ മറുപടി പറയുകയാണ്, സഹ നിത്യസന്യാസി ഇതി ജ്ഞേയഃ. അവൻ നിത്യസന്യാസിയാണെന്ന് അറിയപ്പെടേണ്ടതാകുന്നു. ഇവിടെ നിത്യസന്യാസി എന്ന പുതിയൊരു പദം പ്രയോഗിച്ചിരിക്കുക. അർജുനന്റെ സംശയം നിത്യസന്യാസി അനിത്യസന്യാസിയൊന്നും ആയിരുന്നില്ല. ഹേ ഭഗവാനെ, അങ്ങ് സന്യാസത്തെയും ഉപദേശിക്കുന്നു, യോഗത്തെയും ഉപദേശിക്കുന്നു. രണ്ടും ഒന്നിച്ചനുഷ്ഠിക്കാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ തമ്മിൽ ഇവ രണ്ടിൽ വെച്ച് എനിക്ക് ഏതാണ് ശ്രേയസ്കരം അത് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരൂ എന്നുള്ളതാണ് അർജുനൻ്റെ ചോദ്യം. അപ്പം അവിടെ ഭഗവാൻ വ്യക്തമായി പറഞ്ഞു, നിനക്ക് കർമ്മയോഗമാണ് ശ്രേയസ്കരം. പക്ഷേ അർജുനനെ സംബന്ധിച്ച് അർജുനൻ്റെ ഉള്ളിൽ ഉറച്ചിരിക്കുന്നൊരു ബോധമുണ്ട്. അത് സന്യാസമാണ് ശ്രേയസ്കരം എന്നുള്ളതാണ്. അതെങ്ങനെ മനസ്സിലായി? 2-ാം അധ്യായത്തിൽ തന്നെ അർജുനൻ പറഞ്ഞിട്ടുണ്ട്, ഗുരുനാഥന്മാരെ കൊല്ലുന്നതിനേക്കാൾ സന്യസിക്കുന്നതാണല്ലോ ശ്രേയസ്കരമെന്ന്. ചിലപ്പോൾ നമുക്ക് സംശയം വന്നേക്കാം, സന്യസിക്കുന്നതാണ് ശ്രേയസ്കരം എന്നൊന്നും അർജുനൻ പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ട്. ഭൈക്ഷ്യം, ഗുരുക്കന്മാരെ കൊല്ലാതെ ഭൈക്ഷ്യത്തെ അവലംബിക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ട്. ഭൈക്ഷ്യം എന്ന് പറഞ്ഞാൽ സന്യാസമാണ്. ഭിക്ഷാടനത്തിന് അധികാരം 3 സന്ദർഭങ്ങളിലാണ്. ഒന്ന്, സന്യാസി ഭിക്ഷാടനം ചെയ്ത് ജീവിക്കേണ്ടവനാണ്. 2, ബ്രഹ്മചാരിക്ക് ഭിക്ഷാടനം ചെയ്യാം. 3, ജീവിക്കാൻ മറ്റൊരു ഗതിയുമില്ല, ഒരു തൊഴിലും ചെയ്യാൻ സാധ്യമല്ല എങ്കിൽ ഭിക്ഷാടനം ചെയ്യാം. ഈ 3 സന്ദർഭങ്ങൾ എടുത്താൽ 3-ാമത്തെ ആളെ ഒഴിവാക്കുക, സന്യാസിയെയും ബ്രഹ്മചാരിയെയും എടുക്കുക. എങ്കിൽ ബ്രഹ്മചാരിക്ക് ഭിക്ഷാടനത്തിൽ ചില പരിമിതികളുണ്ട്. ആചാരശുദ്ധിയുള്ള ഗൃഹങ്ങളിലേ പോയിട്ട് ഭിക്ഷ എടുക്കാൻ പാടുള്ളൂ. ഉപാസന അനുഷ്ഠാനങ്ങളുള്ള ഗൃഹങ്ങളിലേ പോയി ഭിക്ഷ എടുക്കാൻ പാടുള്ളൂ തുടങ്ങിയ ചില പരിമിതികളുണ്ട്. എന്നാൽ സന്യാസിയെ സംബന്ധിച്ച് അപരിമിതമാണ് ഭിക്ഷാടനത്തിനുള്ള അധികാരം. ഇത് നമ്മൾ മനസ്സിലാക്കണേ. ഇന്ന് നാട്ടിൽ എവിടെ ചെന്നാലും ബോർഡ് കാണാം, ഇവിടെ ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നു. ഞങ്ങളെ കാര്യം പോക്ക. ഭിക്ഷാടന നിരോധിത മേഖല എന്നൊക്കെ ബോർഡ് കാണാം. എന്നാലോ ഏറ്റവും അധികം ഭിക്ഷാടനം നടക്കണമുണ്ട്. അത് ഒരാൾ ഒറ്റയ്ക്ക് പോകുന്നതിന് പകരം 3-4 ആൾക്കാർ ഒന്നിച്ചായിരിക്കും. പാത്രത്തിന് പകരം റെസീറ്റ് ബുക്കായിരിക്കും. എന്ത് സംശയം? എല്ലാ പാർട്ടിക്കാരും പോകുന്നുണ്ട്. എല്ലാ പാർട്ടിക്കാരും. ഈ ഭിക്ഷാടന നിരോധിത മേഖല എന്ന് ഏത് റെസിഡൻസ് അസോസിയേഷനാണോ ബോർഡ് വയ്ക്കുന്നത് അവരുടെ വകയുണ്ടാവും പിരിവ്. ഭിക്ഷാടന അനുസ്യൂതം നടക്കുന്നുണ്ട്, പക്ഷേ ഭിക്ഷാടന നിരോധിത മേഖല എന്ന് ബോർഡും വെച്ചിട്ടുണ്ടാവും. പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് ഭിക്ഷാടനം നിരോധിക്കാൻ പറ്റില്ല. ചതുർഷു വർണ്ണേഷു ഭൈക്ഷ്യമാചരേത് എന്നുള്ളതാണ് സന്യാസിക്കുള്ള നിയമക്രമം. 4 വർണ്ണങ്ങളിലും പോയി ഭിക്ഷ എടുത്തോളൂ എന്ന്.
എല്ലായിടത്തും പോയി ഭിക്ഷ എടുത്തോളൂ എന്നാ. നിരന്തരം ഭിക്ഷ എടുത്ത് നടക്കാൻ വിധിയില്ല കേട്ടോ. അന്നന്നത്തെ ആഹാരം കിട്ടുന്നവരെ മാത്രമേ ഭിക്ഷ എടുക്കാൻ അധികാരമുള്ളൂ. അതിൽ കവിഞ്ഞ അധികാരമില്ല. ഒരു ഗൃഹത്തിൽ പോയി അന്നത്തെ ഭക്ഷണം വായിച്ചാൽ പിന്നെ വീണ്ടും പോകണ്ട, ഇല്ലെങ്കിൽ 5 ഗൃഹം വരെ പോവാം. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കണില്ല. അപ്പോൾ ഭൈക്ഷ്യമാണ് ശ്രേയസ്കരമെന്ന് അർജുനൻ പറഞ്ഞ സ്ഥിതിക്ക് സന്യാസമാണ് ശ്രേയസ്കരം എന്നുള്ളത് അർജുനൻ്റെ കാഴ്ചപ്പാടാണ്. അത് അർജുനനിൽ രൂഢമാണ്. അത് ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനായ ഭഗവാൻ അതറിയാം. അതുകൊണ്ട് സന്യാസത്തെക്കാൾ യോഗമാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അർജുനൻ യോഗം അവലംബിക്കില്ല എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് യോഗ പ്രശംസ ചെയ്യണം, എന്നാലേ അർജുനനെ അതിലേക്ക് ആകർഷിക്കാൻ പറ്റൂ. അതാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. ഹേ അർജുന, അവൻ നിത്യസന്യാസിയാണെന്ന് അറിയപ്പെടേണ്ടതാണ്. ആര്? യഹ, യാതൊരാൾ ന ദ്വേഷ്ടി ന കാംക്ഷതി. ആര് ദ്വേഷിക്കുന്നില്ലയോ, ആര് കാക്ഷിക്കുന്നില്ലയോ, അവൻ നിത്യസന്യാസിയാണെന്നറിയപ്പെടണം. നിത്യവും സന്യാസത്തിൽ തന്നെ ഉറച്ചവനാണ് നിത്യസന്യാസി. നിത്യമായും സന്യാസത്തിൽ ദൃഢമായി ഉറച്ചവൻ. അപ്പം അയാൾ നിത്യസന്യാസിയാണ്. അയാൾ കർമ്മസന്യാസി, കർമ്മത്തെ ഉപേക്ഷിച്ചു, കർമ്മയോഗത്തിനെ അതിക്രമിച്ചു എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ആര് ദ്വേഷിക്കുന്നില്ലയോ, ആര് കാക്ഷിക്കുന്നില്ലയോ, അയാൾ നിത്യസന്യാസിയാണെന്നറിയണം. അതുകൊണ്ട് നീ ഇപ്പോൾ പ്രത്യേകിച്ച് ദ്വേഷിക്കാതെ, പ്രത്യേകിച്ച് കാക്ഷിക്കാതെ നിന്റെ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ജീവിക്കൂ. നിന്റെ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ജീവിക്കവേ തന്നെ നിനക്ക് സന്യാസ നിഷ്ഠയിൽ കഴിയാം. വളരെ ശ്രദ്ധിക്കണം. അത് വേദപ്രസിദ്ധമായ സന്യാസമല്ല. വേദപ്രസിദ്ധമായ സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ സന്യസിക്കുന്നതാണ്. കർമ്മങ്ങളെ സന്യസിക്കുന്ന നിവൃത്തി മാർഗം ഒന്ന്, കർമ്മങ്ങളെ ഈശ്വരാർപ്പണ ബുദ്ധിയ അഥവാ ഫലകാമനയില്ലാതെ അനുഷ്ഠിക്കുന്ന യോഗമാർഗം മറ്റൊന്ന്. ഇങ്ങനെ 2 മാർഗങ്ങളായിട്ടാണ് വേദം പിരിഞ്ഞിട്ടുള്ളത്. ഇവയെയാണ് നിവൃത്തി എന്നും പ്രവൃത്തി എന്നും യഥാക്രമം പറയുന്നത്. ദ്വാവിമാവധ പന്ഥാനൗ യത്ര വേദാ പ്രതിഷ്ഠിതാഃ പ്രവൃത്തിലക്ഷണോ ധർമ്മോ നിവൃത്തിശ്ച വിഭാവിതഃ എന്ന് വ്യക്തമായി മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ പറഞ്ഞു തരും. വേദം ഉപദേശിക്കുന്നത് 2 മാർഗങ്ങളെയാണ്. ഒന്ന് പ്രവൃത്തി, ഒന്ന് നിവൃത്തി. പ്രവൃത്തി എന്ന് പറയുന്നത് അവനവൻ്റെ ഗുണമനുസരിച്ചോ അവസ്ഥയനുസരിച്ചോ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ആശ്രമങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് പ്രവൃത്തി മാർഗം. ആശ്രമങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. എപ്പോഴാണോ ഒരാൾ പരിപൂർണമായ വിവേക വൈരാഗ്യങ്ങളോടൊത്ത ആളാവുന്നത് ആ നിമിഷം അയാൾക്ക് സന്യസിക്കാം. അതാണ് പ്രവൃത്തി മാർഗം. ഇനി ഏതവസ്ഥയിൽ നിന്നോ ഏത് ഗുണയുക്തമായ വ്യക്തിയോ ആകട്ടെ, വൈരാഗ്യം ദൃഢമായി കഴിഞ്ഞാൽ നേരിട്ട് സന്യസിക്കുന്നതാണ് നിവൃത്തി മാർഗം. ഇങ്ങനെ 2 മാർഗങ്ങളാണ് വേദം ഉപദേശിച്ചിട്ടുള്ളത്. ഈ 2 മാർഗങ്ങളിലാണ് സനാതനധർമ്മം പിരിഞ്ഞിരിക്കുന്നത്. ഈ വിഷയം ഗീതയുടെ ആരംഭത്തിൽ തന്നെ ഭഗവാൻ ഭാഷ്യകാരൻ ഭാഷ്യത്തിൽ പറയും, ദ്വിവിധോ ഹി വേദോക്തോ ധർമ്മ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ച. വേദോക്തമായ ധർമ്മം 2ആണ്, പ്രവൃത്തിയും നിവൃത്തിയും. ഇത് ശാസ്ത്രത്തിലുടനീളം ഈ 2 വിഷയങ്ങളെ
രണ്ട് മാർഗങ്ങളെയാണ് ഉപദേശിക്കുന്നത്. ഗീതയിലും അതെ, രണ്ട് മാർഗങ്ങളെയാണ് ഉപദേശിക്കുന്നത്. അതിൻ്റെ കൂടുതൽ സ്പഷ്ടതയ്ക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ചോദിച്ചത്, ഭഗവാൻ ഉപദേശിച്ചത്. ശ്രദ്ധിക്കുക. അപ്പൊ പറയാണ്, ആര് ഒന്നിനെയും ദ്വേഷിക്കുന്നില്ലയോ, ആര് ഒന്നിനെയും കാക്ഷിക്കുന്നില്ലയോ, അവൻ നിത്യസന്യാസിയാണ്. നീ അങ്ങനെ ആയിക്കോളൂ. ഹി എന്തുകൊണ്ടെന്നാൽ, ഹേ മഹാബാഹോ, അല്ലയോ മഹാബാഹുബലത്തോടു കൂടിയവനെ, നല്ല കയ്യൂക്കോട് കൂടിയവനെ, ആജാനുബാഹുക്കളോട് കൂടിയവനെ, അങ്ങനെയൊക്കെ അർത്ഥം പറയാം. ആജാനുബാഹു എന്ന് പറയുമ്പോൾ കാൽമുട്ട് വരെ നീണ്ട കൈകളോട് കൂടിയവൻ, തുടക്കി താഴോട്ട് നീളമുള്ള കൈകളോട് കൂടിയവൻ. നമ്മളൊക്കെ ഇരുന്നിട്ട് പിടിച്ചാൽ അങ്ങനെ ഉണ്ടാവും, അല്ലാണ്ട് ഉണ്ടാവില്ല. ഇനി അങ്ങനെയല്ലാതെ മഹത്തായ ബാഹുബലത്തോട് കൂടിയവനും മഹാബാഹുവാണ്. ഹേ മഹാബാഹു, അർജുനനെ വിളിക്കുകയാണ്. ഹി നിശ്ചയമായും, ഹി നിശ്ചയമായും, യാതൊരു സംശയവുമില്ല, ഉറപ്പിനെ കാണിക്കുകയാണ് ഹി ശബ്ദം. ഹി നിർദ്വന്ദ്വ, നിർദ്വന്ദ്വൻ, ദ്വന്ദ്വങ്ങളില്ലാത്തവൻ. ഇവിടെ ദ്വന്ദ്വമില്ലാത്തയാളെയാണല്ലോ ആദ്യം പറഞ്ഞത്. കാക്ഷിക്കുന്നുമില്ല, ദ്വേഷിക്കുന്നുമില്ല എന്ന്. സാമാന്യമായി ലൗകിക തലത്തിൽ നമ്മൾ ഒന്നിനെ ദ്വേഷിക്കുന്നു അല്ലെങ്കിൽ കാക്ഷിക്കുന്നു. ഞാൻ കാക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദ്വേഷിക്കുന്നുണ്ടാവും. ഈ രണ്ടിനെയും അതിക്രമിച്ചവൻ, ദ്വന്ദ്വങ്ങളെ അതിക്രമിച്ചവൻ, നിർദ്വന്ദ്വ. ബന്ധാത്, ബന്ധത്തിൽ നിന്നും, ഈ സംസാര ബന്ധത്തിൽ നിന്നും, അജ്ഞാന ബന്ധത്തിൽ നിന്നും, സുഖം പ്രമുച്യത്തെ, അനായാസേന മുക്തനാകുന്നു. ഒരു വിഷമവും ഇല്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ മുക്തനായി തീരുന്നു നിർദ്വന്ദ്വൻ. അതുകൊണ്ട് ഹേ അർജുന, നീ നിർദ്വന്ദ്വ സ്ഥിതിയിലേക്ക് ഉയരൂ. അതാണ് വേണ്ടത് എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഇതിനെ കഴിഞ്ഞ വാക്യവുമായി ബന്ധിപ്പിക്കുക. ഹേ അർജുന, സന്യാസവും കർമ്മയോഗവും രണ്ടും നിശ്രേയസകരങ്ങളാണ്. എന്നാൽ അവ രണ്ടിലും വെച്ച് സന്യാസത്തേക്കാൾ, യോഗത്തേക്കാൾ നിന്നെ സംബന്ധിച്ച് യോഗമാണ് ശ്രേയസ്കരം എന്നല്ല നീ മനസ്സിലാക്കൂ. ഒരാൾ കാഷായം ഉടുത്തിട്ടുണ്ടോ, മൊട്ട പഠിച്ചിട്ടുണ്ടോ, പേര് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതിനനുസരിച്ചല്ല സന്യാസം. ഞാൻ അഭിമാനിക്കുകയാണ് ഞാൻ സന്യാസിയാണെന്ന്, അതുകൊണ്ട് ഞാൻ സന്യാസിയാണെന്ന് അർത്ഥമില്ല. ഇതൊന്നുമില്ലാത്ത ആൾ സന്യാസി അല്ലെന്നും അർത്ഥമില്ല. ഒരാൾ ഗൃഹസ്ഥാശ്രമിയായിട്ട് കഴിയുകയാണ്, അയാൾ രാഗദ്വേഷങ്ങളെ അതിക്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ സന്യാസിയാണ്. ഒരാൾ സന്യാസിയാണെന്നും പറഞ്ഞ് ജീവിക്കുകയാണ്, അയാൾ രാഗദ്വേഷങ്ങളെ അതിക്രമിച്ചിട്ടില്ല വെച്ചാൽ അയാൾ സന്യാസി അല്ല. ഇപ്പൊ ബാഹ്യമായ എന്തെങ്കിലും ഒന്നല്ല സന്യാസം. അപ്പൊ നമുക്ക് സംശയം വന്നേക്കാം. അപ്പൊ നിങ്ങൾ സന്യാസിയാണെന്ന് പറയുന്നു, സ്വാമി ചിദാനന്ദപുരി എന്ന് പറയുന്നു, സന്യാസിയാണെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ പാരമാർത്ഥിക സന്യാസിയാണെന്ന് അർത്ഥമില്ലേ? ഒരിക്കലും ഇല്ല. പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഉയരുന്നതിനുള്ള സാധനാക്രമത്തിൽ ജീവിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അതിലൂടെ ചിലപ്പോൾ പാരമാർത്ഥിക സന്യാസത്തിലേക്ക് എത്തിയിട്ടുണ്ടാവാം, ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. അത് വേറൊരാൾക്കറിയില്ല, അത് പുറമേ ഒരാൾക്കും മനസ്സിലാവില്ല. ചിന്തിക്കുക. അപ്പോ നിർദ്വന്ദ്വൻ, ദ്വന്ദ്വങ്ങളെ അതിക്രമിച്ചവൻ, എൻ്റെ നിന്റെ, ഇതാണ് ദ്വന്ദ്വങ്ങൾ.
അപ്പം എൻ്റെ നിൻ്റെ എന്നുള്ളതിൽ എനിക്ക് അനുകൂലമായതിൽ സ്വാഭാവികമായി കാംക്ഷയുണ്ടാവും, എനിക്ക് പ്രതികൂലമായതിൽ സ്വാഭാവികമായി ദ്വേഷവും ഉണ്ടാവും. ഈ അനുകൂല പ്രതികൂല ബുദ്ധിയോ അത് തീർത്തും ആപേക്ഷികമാണ്. ഒരു വസ്തു ഇപ്പോൾ ഇവിടെ അനുകൂലമാണെങ്കിൽ എല്ലായിടത്തും അനുകൂലമാവണമെന്നില്ല. ദേശത്തിനും കാലത്തിനും അനുസരിച്ച് വസ്തു അനുകൂലം പ്രതികൂലം എന്നുള്ളത് മാറും. തണുത്ത കാലാവസ്ഥയിൽ ഒരാളൊരു കമ്പിളി കൊണ്ടു തന്നാൽ അത് അനുകൂലമാണ്, അതിന് നമ്മൾ കാക്ഷിച്ചെന്ന് വരും. ചുട്ടുപൊള്ളി വിയർത്തൊലിച്ചിരിക്കുമ്പോൾ അതേ ആള് അന്ന് ഞാൻ കമ്പിളി കൊടുത്തപ്പോൾ ഇയാൾക്ക് സന്തോഷമായിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് കമ്പിളി കൊണ്ടുവന്ന് പുതപ്പിച്ചാലോ, അത് പ്രതികൂലമാണ്. രണ്ടുപേരും ഒരേ ആൾക്കാരാണ്, മാറ്റമില്ല. വസ്തു ഒന്ന് തന്നെയാണ് കമ്പിളി, പക്ഷേ ഒന്ന് ദ്വേഷഹേതുവായി, ഒന്ന് രാഗഹേതുവായി. ചിന്തിക്കുക. ദൃഷ്ടാന്തം പറഞ്ഞെന്ന് മാത്രം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്വന്തം ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്തുക. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏതെങ്കിലും ഒന്ന് അനുകൂലമെന്നോ പ്രതികൂലമെന്നോ സ്ഥായീ ഭാവത്തിൽ നിൽക്കുന്നില്ല. ഇവ ആപേക്ഷികങ്ങളാണ്. ഇപ്പോൾ ഒരു വ്യക്തി എനിക്ക് അനുകൂലമാണെങ്കിൽ അയാളോട് എനിക്ക് രാഗമുണ്ടാകാം, കാമമുണ്ടാകാം, അയാളെ ചേർത്ത് വയ്ക്കാനുള്ള ത്വരയുണ്ടാവാം. അടുത്ത നിമിഷം ആ വ്യക്തി എൻ്റെ ദൃഷ്ടിയിൽ, എൻ്റെ ഭാവനയിൽ പ്രതികൂലമായാൽ പിന്നെ ദ്വേഷമാണ്. ചിലപ്പോൾ ആ വ്യക്തി അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. കാരണം നമ്മുടെ കൽപ്പനകളാണ്, നമ്മുടെ മാനസിക കൽപ്പനകളാണ് മറ്റൊരാളിൽ ഗുണദോഷങ്ങൾ അധ്യാരോപിക്കുന്നത്. അതുകൊണ്ട് ഈ ദ്വന്ദ്വങ്ങളുടെ അർത്ഥശൂന്യത മനസ്സിലാക്കി ആരാണോ അവയെ അതിക്രമിച്ചിട്ടുള്ളത് അവൻ നിത്യസന്യാസിയാണ്. അയാൾ അനായാസേന, ഒരു പ്രയാസവും ഇല്ലാതെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തനാകുന്നു. അതുകൊണ്ട് നീ വേണ്ടതെന്ത്? നിന്നോട് ആവർത്തിച്ച് പറഞ്ഞു, നിന്റെ കർമ്മങ്ങളെ അനുഷ്ഠിക്കൂ. രാഗദ്വേഷങ്ങളില്ലാതെ നിന്റെ കർമ്മങ്ങളെ അനുഷ്ഠിക്കൂ. കർത്തവ്യമാണെന്ന് മനസ്സിലാക്കി അനുഷ്ഠിക്കൂ. രാഗദ്വേഷങ്ങളാണ് നമ്മളെ ബന്ധിക്കുന്നത്, കർമ്മമല്ല. ഒരു കർമ്മത്തിന് നമ്മളെ ബന്ധിക്കാനുള്ള ശക്തിയില്ല. ഇത് മനസ്സിലാക്കുക. നമ്മൾ സാധാരണ കർമ്മബന്ധം എന്നൊക്കെ പറയാറുണ്ട്. കർമ്മബന്ധത്തിൽ അകപ്പെടുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ കർമ്മത്തിന് നമ്മളെ ബന്ധിക്കാനുള്ള ശേഷിയില്ല, ശക്തിയില്ല. ജഡമാണ് കർമ്മം. ജഡമായ കർമ്മത്തിന് എങ്ങനെ നമ്മളെ ബന്ധിക്കാൻ കഴിയും? ചിന്തിക്കുക. പിന്നെ എന്താ ബന്ധിക്കുന്നത്? കർമ്മങ്ങളിലുള്ള മമത്വമാണ് ബന്ധിക്കുന്നത്, എൻ്റെ എന്ന ഭാവം. ഇതാണ് മായയുടെ പ്രവർത്തന രീതി. അതുകൊണ്ട് ബാഹ്യമായി നീ സന്യസിക്കുന്നു, ബാഹ്യമായി സന്യസിക്കുന്നില്ല എന്നുള്ളിടത്തല്ല ബന്ധമോ ബന്ധനിവൃത്തിയോ. ഇത് വളരെ ശ്രദ്ധേയമായ ഉപദേശമാണ്. അതുകൊണ്ട് വീണ്ടും അർജുനനെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി, എന്തുകൊണ്ട് അർജുനനെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു? അർജുനൻ സന്യാസത്തിന് അധികാരി അല്ല എന്നതുകൊണ്ട് കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഉപദേശിക്കുകയാണ്. നോക്കൂ, സാഖ്യയോഗൗ പൃഥക് ബാലാഃ പ്രവദന്തിന പണ്ഡിതാഃ ഏകമപ്യസ്ഥിതഃ സമ്യഗ് ഉഭയോർവിന്ദതേ ഫലം. സാഖ്യയോഗൗ പൃഥക് ബാലാഃ. ഈ ഭാഗത്ത് ശബ്ദേ കേൾക്കണില്ല. ഒന്നായിട്ട് ചൊല്ലിയാൽ എന്തൊരു സുഖ. എല്ലാവർക്കും കൂടി ഇന്നലെ നമ്മൾ നല്ലോണം ചൊല്ലിയില്ലേ, പിന്നെ എന്താ അന്നൊരു മടി വരാൻ? സാഖ്യയോഗൗ പൃഥക് ബാലാഃ
പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതഃ സമ്യഗ് ഉഭയോർവിന്ദതേ ഫലം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു വാക്യമാണ്. സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ശാസ്ത്രവിരുദ്ധത എന്ന ദോഷം വരികയും ചെയ്യും. നോക്കൂ, സാഖ്യയോഗൗ പൃഥക് ബാലാഹ പ്രവദന്തി ന പണ്ഡിതാഹ പ്രവദന്തി. സാഖ്യയോഗങ്ങൾ സാഖ്യവും യോഗവും പൃഥക് വേറെ വേറെയാണെന്ന് ബാലാഹ പ്രവദന്തി കുട്ടികളാണ് പറയുന്നത്. ന പണ്ഡിതാഹ പണ്ഡിതന്മാര് പറയില്ല. ഇത് വല്ലാത്തൊരു വാക്യമാണ്. ബാലന്മാരെന്ന് പറഞ്ഞാൽ സാമാന്യ അർത്ഥം കുട്ടികളെന്നാണ്. ശാസ്ത്രത്തിൽ ബാലന്മാരെന്ന് പറഞ്ഞാൽ അവിവേകികളുടെ അർത്ഥം, വിവേകമില്ലാത്തവർ. അപ്പം സാഖ്യവും യോഗവും വേറെ വേറെയാണെന്ന് അവിവേകികളാണ് പറയുന്നത്, പണ്ഡിതന്മാർ പറയില്ല എന്നാണ്. പക്ഷെ അർത്ഥം എന്താ? സാഖ്യവും യോഗവും ഒന്നാണ് എന്നാണ്. ഭഗവാൻ എങ്ങനെ വാക്കുമാറിയാലോ? ഭഗവാൻ തന്നെ പറഞ്ഞതിന് വിരുദ്ധ ഇത്. 2-ാം അധ്യായത്തിൽ 39-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ഏഷാ തേ ഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു. ഹേ അർജുന, നിന്നോട് ഞാൻ സാഖ്യത്തിലുള്ള ബുദ്ധി പറഞ്ഞു തന്നു കഴിഞ്ഞു, ഇനി യോഗത്തിലുള്ളത് കേട്ടോളൂ എന്ന് പറഞ്ഞാൽ സാഖ്യവും യോഗവും രണ്ടല്ലേ? സാഖ്യവും യോഗവും ഒന്നാണെങ്കിൽ എങ്ങനെയാ ഇനി അത് വേറെ പറയുക? ഒരാൾ പറയുകയാണ്, ഞാൻ നിന്നോട് മുന്തിരിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു, ഇനി ഫലോത്തമയുടെ ഗുണങ്ങൾ പറഞ്ഞു തരാം. എടേ, മുന്തിരി തന്നെയല്ലേ ഫലോത്തമ? ഇല്ലേ? അല്ല വേറെ വല്ല വസ്തുവാ? അത് പറയുന്നത് പൊട്ടന്മാർക്കല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം രണ്ടും രണ്ടാണ്. ഇനി അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ ഭഗവാൻ വീണ്ടും പറഞ്ഞു, ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഹേ അർജുന, ഈ ലോകത്തിൽ 2 നിഷ്ഠകൾ ഈശ്വരനാൽ പറയപ്പെട്ടിട്ടുണ്ട്, സാഖ്യവും യോഗവും. അപ്പം രണ്ടല്ലേ? രണ്ടും രണ്ടാ. ഇപ്പം സാഖ്യമൊന്ന് വേറെ, യോഗമൊന്ന് വേറെ എന്ന് വ്യക്തമായി ഭഗവാൻ പറഞ്ഞു. ഈശാവാസ്യമിതം സർവം എന്ന നിവൃത്തിയും കുർവന്നേവേഹ കർമാണി എന്നുള്ള പ്രവൃത്തിയും തീർത്തും ഭിന്നങ്ങളായിട്ടാണ് വേദം ഉപദേശിക്കുന്നത്. ദ്വിവിധോ ഹി വേദോക്തോ ധർമ്മ എന്ന് ശങ്കരാചാര്യസ്വാമികൾ സ്പഷ്ടമാക്കും. ദ്വാവിമാവധ പന്ഥാനൗ 2 വഴികളാണെന്ന് വ്യാസഭഗവാൻ സ്പഷ്ടമാക്കും. ഇങ്ങനെ ശ്രുതിസ്മൃതികളാലും ആചാര്യന്മാരാലും 2 പറയപ്പെട്ട, ഇനി ഭഗവാനാൽ തന്നെ 2 എന്ന് വ്യക്തമായി പറയപ്പെട്ടതിനെ കുറിച്ചാണ് ഇപ്പൊ പറയണത്. 2 ഒന്നാണ്, 2 രണ്ടാണെന്ന് വിവേകമില്ലാത്തവരാ പറയുകയെന്ന്. അപ്പൊ ഭഗവാൻ വിവേകമില്ലാത്ത ആളാ? ഇതെന്താ അങ്ങനെ പറയണത്? ഇതിനാണ് ശാസ്ത്രത്തിൽ താദർത്ഥ്യേന, തദർത്ഥം എന്ത് ചെയ്യുന്നോ അത് അതുതന്നെയാണെന്ന് പറയും. ദൃഷ്ടാന്ത സഹിതം നമുക്ക് പറയാം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അർജുനന്റെ മനസ്സിൽ സന്യാസമാണ് ശ്രേയസ്കരമെന്നൊരു ബോധം ഉറച്ചിട്ടുണ്ട്. പക്ഷേ അർജുനൻ സന്യാസത്തിന് അധികാരിയല്ല, യോഗത്തിനാണ് അധികാരി. അതുകൊണ്ട് ഭഗവാൻ യോഗമനുഷ്ഠിക്കാൻ അർജുനനോട് പറയുന്നു.
അപ്പൊ യോഗത്തിലേക്ക് അർജുനനെ നയിക്കണമെങ്കിൽ യോഗവും സന്യാസവും ഒക്കെ ഒന്ന് തന്നെയാട്ടുവോ എന്ന് പറയുകയാണ്. യോഗവും സന്യാസവും ഒന്നല്ല, രണ്ടു തന്നെയാ. എന്നാൽ ഇവിടെ പറയുകയാണ് ഒന്ന് തന്നെയാ. എന്താ കാരണം? രണ്ടിലൂടെ ഒന്നിലേക്കാണല്ലോ എത്തുക. ഇവിടുന്ന് ധാരാളം പേര് ഉത്തരഭാരതത്തിൽ ഹിമാലയത്തിലെ ചാർധാം യാത്രയ്ക്കൊക്കെ പോയവർ ഈ കൂട്ടത്തിലുണ്ടാവും. ഇല്ലെങ്കിൽ പോകണം, പോവാത്തവർ നിർബന്ധമായിട്ട് പോകണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബദ്രീനാഥവും കേദാരനാഥവും ഗംഗോത്രിയും യമുനോത്രിയും ഒക്കെ ഒന്ന് കാണണം, നിർബന്ധ. ശരി, അങ്ങനെ ഒരാൾ ഇവിടുന്ന് പുറപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. കേരളത്തിൽ നിന്നാണ് പുറപ്പെട്ടത്, കോഴിക്കോട് നിന്ന്. അങ്ങനെ കേദാരത്തിൽ പോകാൻ വേണ്ടി ഗൗരീകുണ്ഡത്തിൻ്റെ പരിസരത്തെത്തി. അവിടെ താമസിച്ചു. രാവിലെ പോവാം. അപ്പോഴാണ് സന്ധ്യ ആയപ്പോഴത്തേക്ക് താമസിക്കുന്ന സ്ഥലത്തേക്ക് രണ്ടുപേര് വരികയായി. ഘോടാവാല പറഞ്ഞിട്ട്. ഞാൻ കയറാമെന്നാണ് വിചാരിച്ചത്. അയ്യോ, കയറാനൊന്നും പറ്റില്ല, വലിയ പ്രയാസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത്ര മണിക്കൂർ പിടിക്കും, അതുകൊണ്ട് ഘോടേൻ്റെ മുകളിൽ പോയിക്കോളൂ. അപ്പം ഞാൻ ഇവിടുന്ന് പഠിച്ചിട്ടുള്ള ഹിന്ദിയൊക്കെ വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ ഘോട എന്ന് പറഞ്ഞാൽ കുതിരയാണ്. അപ്പം നാളെ ഞാൻ കുതിരപ്പുറത്താണല്ലോ പോകണമെന്ന് സുന്ദര മനോഹരമായ സ്വപ്നങ്ങളൊക്കെ കണ്ടു. അവരായിട്ട് കച്ചവടം ഉറപ്പിച്ചു. 6000 റുപ്യ തരാം എന്നൊക്കെ ഏർപ്പാടാക്കി. അന്ന് മര്യാദയ്ക്ക് ഉറക്കം തന്നെ വരുന്നില്ല. കാരണം നാളെ ഞാൻ കുതിരപ്പുറത്ത് പോണ ആളാണ്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കണ്ട് ഈ കോഴിക്കോട് എവിടെ കുതിരപ്പുറത്ത് പോകാനാ? രാവിലെ 2 ആൾ വന്നു, നിങ്ങളുടെ ഏൽപ്പിച്ച് പോവാ, പുറപ്പെട്ടു. ഇവിടെ കുതിര എവിടെ? കുറച്ച് ദൂരം നടക്കണം, നടന്നിട്ടാണ് എന്നെ കയറുന്ന സ്ഥലത്തുക. ശരി, ഇപ്പം ഞാൻ കുതിരപ്പുറത്ത് കയറുമല്ലോ എന്ന് വിചാരിച്ച് നടന്നു അവരെ കൂടെ. ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ കയറിക്കോളൂ. എടേ, ഇത് കഴുതയല്ലേ? ഇത് കഴുതയാണല്ലോ. അതെ, കഴുതയാണ്. നീയല്ല ഇന്നലെ ഘോടാവാല പറഞ്ഞത്. ഇവിടെ കുതിരയും കഴുതയും ഒന്ന് തന്നെയാണ്. പിന്നെ ഒരൊറ്റ സമാധാനം, ഈ മല കുത്തനെ കയറുന്നെടുത്ത് കുതിരേനേക്കാൾ നല്ലത് കഴുതയാണ്. അതെ, തമാശ പറയല്ല. അപ്പം അയാളെന്താ പറഞ്ഞത്? ഇവിടെ കുതിരയും കഴുതയൊക്കെ ഒന്ന് തന്നെയാണ്. ആണോ? ഏയ്, ഗദ്ദ വേറെ, പോണി വേറെ, ഘോട വേറെ, ഒക്കെ വേറെയാ. എന്നാ പിന്നെ ഇയാൾക്ക് ഇന്നലെ വന്നപ്പോൾ പോണിവാല അല്ലെങ്കിൽ ഗദ്ദവാല എന്നോ പറഞ്ഞാൽ പോരായിരുന്നോ? അതെന്തിനാ കുതിരക്കാരനാന്ന് പറഞ്ഞത്? ചോദ്യത്തിന് ഉത്തരമില്ല. പോയി അനുഭവിക്കുക, അപ്പോൾ അത് മനസ്സിലാവും. ഇതേപോലത്തെ ന്യായ ഭഗവാൻ പറയണത്. നിനക്ക് അവിടെ എത്തിയാൽ പോരെ? നിന്റെ ലക്ഷ്യം എന്താ? കേദാരനാഥം എത്തുക. ആ കേദാരനാഥത്തിലേക്ക് ഇതാണ് നല്ലത് എത്തിക്കുക. കാരണം കുത്തനുള്ള കയറ്റത്തിൽ നല്ലത് ഇതാണ്, കുതിരയല്ല. കുതിര നിരന്ന സ്ഥലത്തൊക്കെയാണ് കൂടുതൽ നല്ലത്. ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർ വിന്ദതേ ഫലം. ഒന്നിൽ ഉറച്ചിരുന്നാൽ രണ്ടിൻ്റെയും ഫലം കിട്ടും അർജുന. നോക്കൂ, ഇവിടെ അല്പം ഒരു വിചാരം ആവശ്യമാണ്. എന്താണ് കർമ്മയോഗം? കർമ്മയോഗം വാസ്തവത്തിൽ ഫലകാമനയില്ലാതെ കർമ്മം ചെയ്യുന്നതാണ്. ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. ഫലകാമനയില്ലാതെ കർമ്മം ചെയ്തോളൂ, അതാണ് യോഗം എന്ന് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ പ്രാവർത്തികമാക്കാൻ എളുപ്പമല്ല. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം സ്വാഭാവികമായി തന്നെ ഫലകാമന വന്നു ചേരും. അപ്പം പിന്നെ ഫലകാമന ഇല്ലാതെ കർമ്മം ചെയ്യണതാണ് യോഗം എന്ന് പ്രസംഗിക്കാം എന്നല്ലാതെ പ്രാവർത്തികമാക്കാൻ പറ്റില്ല. അപ്പോൾ യോഗം പ്രായോഗികമല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. ഇവിടെയാണ് യോഗത്തെ
നേടിയെടുക്കാനുള്ള ഉപായത്തെ ഭഗവാൻ ഉപദേശിക്കുന്നത്. അത് ഈശ്വരാർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഈശ്വരാർപ്പണ ഭാവത്തിൽ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കർമ്മത്തിലൂടെ ഭഗവാനെ പൂജിക്കുകയാണ് എന്ന ഭാവനയോടുകൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഫലകാമനയ്ക്കുപരി നമ്മൾ എത്തിച്ചേരും. അപ്പൊ കർമ്മയോഗത്തെ നേടിയെടുക്കാനുള്ള ഉപായമാണ് ഈശ്വരാർപ്പണ ഭാവത്തോടു കൂടി ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോഴോ സ്വാഭാവികമായി അന്ധക്കരണം ശുദ്ധമാകും. അന്ധക്കരണം ശുദ്ധമാകുമ്പോൾ തത്വവിജ്ഞാനത്തിലേക്ക് അധികാരം വരും. തത്വവിജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴോ സാഖ്യമായി. അപ്പൊ യോഗത്തിൽ ഉറച്ചിരുന്നാൽ നിശ്ചയമായും അയാൾ സാഖ്യത്തിലേക്ക് എത്തും. അതാണ് താദർത്ഥ്യേന എന്ന് പറഞ്ഞത്. തദർത്ഥം, അതിനായിക്കൊണ്ട് സാഖ്യത്തിലേക്ക് എത്തിക്കുന്നു യോഗം. സാഖ്യം പരമമായ മുക്തിയിലേക്ക് ഉയർത്തുന്നു. അപ്പോ യോഗവും പരമമായ മുക്തിയിലേക്ക് ഉയർത്തുന്നു. ഏകമപ്യസ്ഥിത സമ്യഗ് ഉഭയോർവിന്ദതേ ഫലം. ഒന്നിലുറച്ചാൽ രണ്ടിൻ്റെയും ഫലം കിട്ടും. അപ്പൊ ഏതിലാണ് നീ ഉറക്കേണ്ടത്? ഏതിലാണോ നിനക്ക് അധികാരം അതിൽ നീ ഉറച്ചോളൂ. ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പൊ കല്യാണം കഴിക്കണതാണോ നല്ലത് സന്യസിക്കണതാണോ നല്ലതെന്ന് വെച്ചാൽ എന്താ മറുപടി? കല്യാണം കഴിക്കേണ്ട ആൾ കല്യാണം കഴിക്കണം, അതാണ് നല്ലത്. അയാൾ സന്യസിച്ചാൽ അപകടമാണ്. സന്യസിക്കേണ്ട ആൾ സന്യസിക്കണം, അയാൾ കല്യാണം കഴിച്ചാലും അപകടമാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ ധർമാചരണത്തിനുള്ള ഉപാധി എന്നുള്ള അർത്ഥത്തിലാണേ പറഞ്ഞത്. കാരണം വൈദികങ്ങളായ കർമ്മങ്ങളൊക്കെ തന്നെയും പതിയും പത്നിയും സമാസനത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടതാണ്. ഇപ്പം വൈദിക കർമാചരണത്തിന് വേണ്ടിയിട്ടാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശം എന്ന കാഴ്ചപ്പാടിലാണ് ഇവിടെ പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യ ഭർത്താവ് എന്നുള്ള കാഴ്ചപ്പാടിലല്ല, പതി പത്നി എന്നുള്ള കാഴ്ചപ്പാടിലാണ്. ഇംഗ്ലീഷിൽ രണ്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ അവനവൻ്റെ അധികാരമനുസരിച്ചാകുന്നു ഓരോരുത്തരുടെയും ജീവിതം. അവനവൻ അധികൃതമായ മാർഗത്തിൽ ഉറച്ചു ജീവിച്ചാൽ നിശ്ചയമായും പരമപുരുഷാർത്ഥത്തിലേക്ക് എത്താം, മുക്തിയിലേക്ക് ഉയരാം. ഒരു സന്ദേഹവും ഇല്ല. അതാണ് ഏകമപ്യസ്ഥിത സമ്യഗ് ഉഭയോർ വിന്ദതേ ഫലം. ഒന്നിൽ ഉറച്ചനുഷ്ഠിച്ചാൽ, അസ്ഥിതനായാൽ, ഉറച്ചു ജീവിച്ചാൽ, സമ്യഗ് നല്ലപോലെ ചെയ്താൽ, ഉഭയോഹോ ഫലം വിന്ദതേ, രണ്ടിൻ്റെയും ഫലം കിട്ടും. അതുകൊണ്ട് ഹേ അർജുന, സാഖ്യവും യോഗവും രണ്ടാണെന്ന് കുട്ടികളെ പറയുള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്നാണോ? സാഖ്യവും യോഗവും ഒന്നാണ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രവിരുദ്ധതയാവും, ഭഗവാന്റെ വാക്യത്തിന് വിരുദ്ധവും. അപ്പൊ ഭഗവാൻ ഈ സന്ദർഭത്തിൽ അർജുനനെ യോഗത്തിന് പ്രേരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് മനസ്സിലായിക്കൊള്ളണം. അല്ലാതെ പറഞ്ഞാൽ ഇത് തെറ്റാണ്, ഭഗവാന്റെ വാക്യത്തിന് തന്നെ വിരുദ്ധമാണ്. അതിനാണ് നേരത്തെ ഘോടാവാലയുടെ ദൃഷ്ടാന്തം പറഞ്ഞത്. ശ്രദ്ധിക്കുക, പണ്ഡിതന്മാരൊരിക്കലും അതുകൊണ്ട് രണ്ടാണെന്ന് പറയില്ല. ഒന്നിലൂടെ രണ്ടിൻ്റെയും ഫലത്തിൽ എത്തിച്ചേരാം എന്നുള്ളത് കൊണ്ട്. ഓരോ വഴിക്കും അതിൻ്റെതായ ഗുണദോഷങ്ങൾ ഉണ്ടാവും. എല്ലാ വഴികളും ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തിച്ചേർക്കും.
എല്ലാ വഴികളും ഒന്നാണെന്ന് പറയരുത്, വഴികൾ ഭിന്നമാണ്. എല്ലാ മതവും ഒന്നാണെന്ന് പറയരുത്, മതങ്ങൾ ഭിന്നമാണ്. ഓരോന്നും മാർഗമായി സ്വീകരിക്കുന്നത് വിവിധങ്ങളെയാണ്. ശൈവവും വൈഷ്ണവവും ഒന്നാന്ന് പറയരുത്, അങ്ങനെയാച്ചാൽ പിന്നെ ശൈവവും വൈഷ്ണവവും ഉണ്ടാവുക. ശൈവത്തിൻ്റെയും വൈഷ്ണവത്തിൻ്റെയും ലക്ഷ്യം ഒന്നാണെന്ന് പറയാം. പുഴകളുടെ ലക്ഷ്യം സമുദ്രം എന്ന പോലെ. അത് ആപേക്ഷികമായി പറയുന്നതാണ്. പുഴകളുടെ ലക്ഷ്യം സമുദ്രം എന്നൊക്കെ ആപേക്ഷികമായി പറയുന്നതാണ്. അതുകൂടി ചിന്തിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രശ്നം വരികയായി. എന്താ പ്രശ്നം? ഈ ഭഗവാൻ തന്നെയാണ് സാഖ്യവും യോഗവും രണ്ടാണെന്ന് നേരത്തെ പറഞ്ഞത്. 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും അത് ആവർത്തിച്ചു. സാഖ്യം വേറെ, യോഗം വേറെ എന്ന്. അതാണ് ശാസ്ത്രസിദ്ധമായത്. എന്നാൽ ഇവിടെയാകട്ടെ രണ്ടും ഒന്നാണെന്നും പറഞ്ഞു. അതെങ്ങനെയത് പറയണത്? കാരണം ഗീത പ്രമാണഗ്രന്ഥമാണ്. പ്രാമാണികമായ തത്വത്തെ കഥകളുടെയോ ചരിത്രങ്ങളുടെയോ സഹായത്തോടുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ അത് പ്രാമാണികമാണെന്ന് പറയാൻ വയ്യ. കഥകളിൽ പലതും പറയും. എന്നാൽ തത്വോപദേശത്തിൽ പ്രഥമമായ ലക്ഷണമാണ് അതിൽ പൂർവാപര വൈരുദ്ധ്യം വരാൻ പാടില്ല. കഥകളിലൊക്കെ പൂർവാപര വൈരുദ്ധ്യം വരാം. കാരണം കഥയെ ചോദ്യമില്ല എന്ന് നമ്മൾ പറയും. ഒരു കഥ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് യുക്തിപൂർവ്വം ചിന്തിക്കൊന്നും വേണ്ട, കേട്ട് എഴുന്നേറ്റ് പോയാൽ മതി. എന്നാൽ പ്രമാണത്തിൽ ഒരിക്കലും പൂർവാപര വൈരുദ്ധ്യം ഉണ്ടാവാൻ പാടില്ല. അപ്പം ഉണ്ടായില്ലേ എന്ന് നമുക്കൊരു സംശയം. കാരണം ഏഷാ തേഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ തിമാം ശൃണു എന്ന് 2-ാം അധ്യായത്തിലും ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠാ പുരാ പ്രോക്താ മയാനഘ എന്ന് 3-ാം അധ്യായത്തിലും സാഖ്യവും യോഗവും രണ്ടാണ് എന്ന് വ്യക്തമായി പറഞ്ഞു. എന്നിട്ട് ഇവിടെ പറയുക രണ്ടും ഒന്നാണെന്ന്. അപ്പം അതൊരു ഒരു വൈരുദ്ധ്യം അല്ലേ? അതുകൊണ്ട് ആ വൈരുദ്ധ്യത്തെ പരിഹരിക്കേണ്ടത് പ്രമാണ വിചാരം ചെയ്യുന്ന ആചാര്യൻ്റെ കർത്തവ്യമാണ്. വിരുദ്ധതാ പരിഹാരം എന്നുള്ളത്. കാരണം വൈരുദ്ധ്യം നിലനിന്നാൽ ഇത് പ്രമാണമല്ല എന്ന് വരും, ഗീത പ്രമാണമല്ല എന്ന് വരും. നമ്മൾ ഒന്നിച്ചു പോണം, അല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല. അപ്പം വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അത് പ്രമാണമല്ല എന്ന് വരും. അതുകൊണ്ട് പ്രമാണസമർത്ഥനം ചെയ്യുന്ന ആചാര്യൻ്റെ കർത്തവ്യമാണ് വൈരുദ്ധ്യ പരിഹാരം ചെയ്യുക എന്നുള്ളത്. അതിനാണ് അടുത്ത ശ്ലോകം. നോക്കൂ. യത്സാഖ്യൈ പ്രാപ്യത്തെ സ്ഥാനം തദ്യോഗൈരപി ഗമ്യത്തെ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. യത്സാഖ്യൈ പ്രാപ്യത്തെ സ്ഥാനം തദ്യോഗൈരപി ഗമ്യത്തെ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. യത് സാഖ്യൈഃ പ്രാപ്യതേ. യത് സ്ഥാനം, യാതൊരു സ്ഥാനത്തെ സാഖ്യന്മാരാൽ പ്രാപിക്കപ്പെടുന്നുവോ, യാതൊരു സ്ഥാനം സാഖ്യന്മാരാൽ പ്രാപിക്കപ്പെടുന്നുവോ തത് അതേ സ്ഥാനം തന്നെ
യോഗൈരഭിഗമ്യതേ, യോഗന്മാരാലും യോഗികളാലും പ്രാപിക്കപ്പെടുന്നു. സാഖ്യത്തിലൂടെ, സാഖ്യം പരമാത്മജ്ഞാനനിഷ്ഠയാണ്. പരമാത്മജ്ഞാനനിഷ്ഠയിലൂടെ യാതൊരു മോക്ഷത്തിലേക്ക് ഉയരുന്നുവോ അതേ മോക്ഷധാമത്തിലേക്ക് യോഗാനുഷ്ഠാനത്തിലൂടെയും ഉയരുന്നു. അതുകൊണ്ട് ഏകം സാഖ്യം ച യോഗം ച, സാഖ്യവും യോഗവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഒന്നാന്ന് പറഞ്ഞത്, അല്ലാണ്ട് ഒന്നല്ലാട്ടോ എന്ന് ഇവിടെ വിരോധ പരിഹാരം ചെയ്തു. തൊട്ട് മുൻ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് സാഖ്യവും യോഗവും ഒന്നാന്നാണ്. സാഖ്യവും യോഗവും രണ്ടാണെന്ന് കുട്ടികളെ പറയുള്ളൂ, പണ്ഡിതന്മാർ പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ സംശയം തോന്നി, ഇതെങ്ങനെയത് ഇങ്ങനെ മാറ്റി പറയുക? കാരണം രണ്ടും രണ്ടാണെന്ന് ഭഗവാൻ ആവർത്തിച്ച് പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെയാണ് അവിടെ അങ്ങനെ പറയുക എന്ന് നമുക്ക് സംശയം ഉണ്ടായി. അപ്പോൾ നമുക്കുള്ളിൽ ഈ സംശയം ഉണ്ടാവുമെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് വിരോധ പരിഹാരം ചെയ്യാണ്. ഏതർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞതെന്നറിയോ? യാതൊരു സ്ഥാനത്തെ സാഖ്യന്മാർ പ്രാപിക്കുന്നുവോ മോക്ഷം, പരമമായ നിശ്രേയസം, അതേ സ്ഥാനത്തെ യോഗികളും പ്രാപിക്കുന്നു. ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോവുകയാണ്. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ആയിക്കോട്ടെ. അപ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള റോഡ് ഒരു 1.5 കൊല്ലം കൂടി കാത്തിരുന്നാൽ നല്ല ഒന്നാം തരം റോഡാവും കിട്ടുമോ? ഇല്ലേ? വല്ലാത്ത അവഗണനയാണ് കേന്ദ്രത്തിന് കേരളത്തോട്. എന്തൊരു അവഗണനയാണെന്നാണ്. അപ്പോൾ ആ അവഗണനയുടെ ഫലമായിട്ട് എന്തായാലും ഇപ്പോൾ 1.5 കൊല്ലം കൊണ്ട് പണി തീരും എന്ന് തന്നെയാണ് വിശ്വസിക്കണത്. അപ്പം നമുക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് വെച്ചോളൂ, ആ റോഡ് വഴി. അപ്പം എവിടെ നിന്നാണ്? കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു തിരുവനന്തപുരത്തേക്ക്. ശരി, ഇത് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന റോഡല്ല. നമ്മളെ സംബന്ധിച്ച് അത് കോഴിക്കോട് നിന്നാണ് പുറപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ച് റോഡ് എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? അപ്പോൾ ഒരാൾ കണ്ണൂരിൽ നിന്നാണ്, ശരിയാണ്. കാസർഗോഡ് നിന്നാണ് സ്വാമി, അതും ശരിയാണ്. മംഗലാപുരത്ത് നിന്നാണ്, അതും ശരിയാണ്. അങ്ങനെയാണ്ട് പോയി കഴിഞ്ഞാൽ വേറൊരാൾ പറയുകയാണ് അതങ്ങോട്ട് കാശ്മീരത്തു നിന്ന് പുറപ്പെടണമെന്ന് പറഞ്ഞാലോ, അതും ശരി തന്നെയാണ്. പിന്നെ പ്രത്യേകം പേര് കൊടുത്തു നമ്മൾ റോഡിന്, അത്രയേ ഉള്ളൂ. പേര് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൻവേലിൽ നിന്നാണ് പുറപ്പെടണത്. മുംബൈ പൻവേലിൽ നിന്ന് പുറപ്പെട്ടിട്ട് കന്യാകുമാരി വരെയാണ്. എന്നാൽ പൻവേലിൽ നിന്ന് റോഡ് അങ്ങോട്ടില്ലേ? അവിടെ നിന്നാണ് തുടങ്ങാൻ റോഡ്. അവിടെ നിന്ന് അങ്ങോട്ടും റോഡുണ്ട്. അതങ്ങോട്ട് അത് കാശ്മീരത്ത് നിന്ന് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പറയാം. നമ്മൾ കയറിയെടുത്താണ് നമ്മെ സംബന്ധിച്ച് ആരംഭം എന്നേ പറയാൻ പറ്റുള്ളൂ. യോഗദ്വാരേണ ഒരാൾ സാഖ്യത്തിലേക്ക് ഉയരുന്നു. കണ്ണൂരിൽ നിന്ന് വന്ന ആൾ തിരുവനന്തപുരം പോവുകയാണെന്ന് വെച്ചാലും കോഴിക്കോട് വഴിക്കാണ് പോണത്. പക്ഷെ അയാളെ സംബന്ധിച്ച് കോഴിക്കോട് പ്രസക്തമല്ല. പക്ഷെ ഈ വഴി തന്നെ അയാൾ പോണത്. യോഗി സാഖ്യപദത്തെ പ്രാപിച്ച് സാഖ്യത്തിലൂടെ പരമമായ നിശ്രേയസത്തിലേക്ക് ഉയരുന്നു. ഇപ്പൊ എത്തി നോക്കുമ്പോഴോ രണ്ടാളും എത്തിയല്ലോ. അപ്പം നീ ഏത് വഴിക്കാ വന്നത്? ഞാൻ യോഗം വഴിക്ക് വന്നു. നീയോ? ഞാൻ സാഖ്യം. പോരെ, രണ്ടാളും ഒരിടത്ത് തന്നെ എത്തിയില്ലേ? പിന്നെ പ്രശ്നമുണ്ടോ? യത് സാഖ്യൈഹി പ്രാപ്യതേ സ്ഥാനം തത് യോഗൈരപി ഗമ്യത. അതുകൊണ്ട് രണ്ടും ഒന്ന് തന്നെയാണ്. ഇങ്ങനെയാണ് രണ്ടും ഒന്നാന്ന് പറഞ്ഞത്. താദർത്ഥ്യേന യോഗാനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി കൈവന്ന് തത്വവിജ്ഞാനത്തിനുള്ള അധികാരം കൈവന്ന് ഒരാൾ സാഖ്യനിഷ്ഠനാകുന്നു. ശ്രദ്ധിക്കുക.
അതുകൊണ്ട് രണ്ടും ഒന്നാണെന്ന് നീ മനസ്സിലാക്കൂ. ഇനി നിനക്ക് തർക്കം വേണ്ട, ഒരു വിഷമവും വേണ്ട, നീ സന്യാസിക്കാനൊന്നും പോണ്ട. കാരണം സന്യാസി എത്തുന്ന അതേ പദത്തിലേക്കാണ് യോഗചര്യയിലൂടെ നീയും എത്തുക. അതുകൊണ്ട് നീ ഇപ്പം എന്ത് ചെയ്യാനാണോ ഇവിടെ വന്നത് അത് ചെയ്തോളൂ. എന്ത് ചെയ്യാനാ വന്നത്? അർജുനനെ സംബന്ധിച്ച് യുദ്ധം ചെയ്യാനാണ് വന്നത്. അത് മര്യാദയ്ക്ക് ചെയ്തോളൂ. ഇത് കേട്ടിട്ട് നമ്മൾ യുദ്ധം ചെയ്യാൻ പോകണ്ട. നമ്മെ സംബന്ധിച്ച് എന്താണോ നമ്മുടെ സ്വധർമ്മം അത് അനുഷ്ഠിക്കുക. തദ്ദേശത്തിൽ തത്കാലത്തിൽ അർജുനനെ സംബന്ധിച്ച് അത് യുദ്ധമായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ അതിനെ അനുവദിച്ചു. നമ്മെ സംബന്ധിച്ച് എന്താണോ കർത്തവ്യം അത് അനുഷ്ഠിക്കുക. സ്വകർത്തവ്യാചരണത്തിലൂടെ പരമമായ നിശ്രേയസത്തിലേക്ക് ഉയരാം. അവനവൻ്റെ കർമ്മങ്ങളെ ഈശ്വരാർപ്പണ ഭാവത്തോടുകൂടി ചെയ്താൽ എല്ലാവർക്കും ചിത്തശുദ്ധിദ്വാരേണ പരമമായ മുക്തിയിലേക്ക് ഉയരാം. അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം തന്നെ പരമമായ പദപ്രാപ്തിക്കുള്ള മാർഗമായി തീരും. ഈ ഭാവന വരുന്നതോടുകൂടി നമ്മൾ ചെയ്യുന്ന തൊഴിൽ ശ്രേഷ്ഠമായി അനുഷ്ഠിക്കാൻ പറ്റും. നമ്മുടെ തൊഴിൽ നമ്മൾ ചെയ്യുന്ന രീതി തന്നെ മാറും. കാരണം നേരത്തെ ഞാൻ മനസ്സിലാക്കിയത് ഇത് ഇന്ന ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നാണ്. അപ്പോൾ കാഴ്ചപ്പാട് മാറി. ഇത് ഈശ്വരാർപ്പണത്തിനാണ്. അതോടുകൂടി നമ്മളുടെ കർമ്മം ശുദ്ധമായി ശ്രേഷ്ഠമായ ഭാവത്തെ പ്രാപിക്കും. കാരണം ഇതിലൂടെ എനിക്ക് ഭഗവാനെ പൂജിക്കാനാണുള്ളത്. ആ ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ശ്രേഷ്ഠമാകും, ശുദ്ധമാകും. ഇത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഹേ അർജുന രണ്ടും ഒന്നാണെന്ന് പറഞ്ഞത്. അപ്പോ അർജുനൻ ഇവിടെ സന്യാസത്തിന് അധികാരിയല്ല എന്നുള്ളത് മറ്റാരെക്കാളും അറിയുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് അർജുനനെ യോഗത്തിന് പ്രേരിപ്പിക്കുക ചെയ്യുന്നത്. സന്യാസത്തിൽ നിന്നല്ല, യോഗത്തിലേക്കാണ് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, എടോ ഈ യോഗത്തിലൂടെ അല്ലാതെ സന്യാസം പ്രാപിക്കാൻ കഴിയില്ല. യോഗമില്ലാത്ത സന്യാസം ദുഃഖത്തെ നേടാനേ ഉപകരിക്കൂ. യോഗയുക്തനായാലോ തീർച്ചയായിട്ടും പരമമായ തത്വബോധത്തിലേക്ക് ഉയരാം. അതുകൊണ്ട് നീ നിനക്കധികൃതമായതിൽ പ്രവർത്തിക്കൂ എന്ന് പറയുക. ആ ഒരു ശ്ലോകം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. നോക്കൂ. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. ഹേ മഹാബാഹോ, വീണ്ടും വിളിക്കുകയാണ് മഹാബാഹോ. ഇടയ്ക്കിടയ്ക്ക് ഓരോ ശ്ലോകത്തിലും തന്നെ സംബോധനയുണ്ട്. അധിക ശ്ലോകങ്ങളിലും സംബോധനയുണ്ട്. എല്ലാ ശ്ലോകങ്ങളിലും ഇല്ല, അധിക ശ്ലോകങ്ങളിലും സംബോധനയുണ്ട്. അത് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിരുന്നിങ്ങനെ കേൾക്കുമ്പോൾ അറിയാതെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയില്ലേ. ഇവിടെ ഇരിക്കണവരുടെ അല്ല പറയണത്. സാധാരണഗതിയിൽ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ അപ്പുറത്തേക്കൊക്കെ പോവും. വേറെ ചിലരാഴ്ച ഉറക്കം തൂങ്ങിപ്പോവും. അതും സംഭവിക്കും. വിക്ഷേപങ്ങൾ വരും, ലയം വരും. ലയം വരിക ഉറങ്ങിപ്പോവുക.
വിക്ഷേപം വരിക വെച്ചാൽ വേറെ ചിന്തകൾ വരിക. ഇത് രണ്ടും സംഭവിക്കാം ശാസ്ത്രശ്രവണത്തിൽ. ശാസ്ത്രശ്രവണത്തിലല്ല കേട്ടോ, പല പ്രസംഗത്തിലും പ്രധാന പ്രസംഗം ഗംഭീരമായിട്ട് പ്രസംഗിക്കുമ്പോൾ ബാക്കി മിക്കവാറും പേര് സ്റ്റേജിൽ സുഖമായിട്ട് കൂർക്കം വലിച്ചുറങ്ങുമായിരിക്കും. അത് ഇന്ന പാർട്ടിയിൽ നിന്നൊന്നുമില്ല കേട്ടോ, മിക്കവാറും അങ്ങനെയൊക്കെയാണ് കാണാറ്. അപ്പോൾ ഉപദേശിക്കണ ഗുരുനാഥൻ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് പേര് വിളിക്കും. അർജുന, എന്നെയാണല്ലോ വിളിച്ചത്, നിന്നെ തന്നെയാ കേൾക്ക്. അത് കഴിഞ്ഞ് ഒന്ന് മയങ്ങുമ്പോഴത്തേക്ക് പാർത്ഥ, എന്താ പറഞ്ഞത് ബാക്കി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംബോധന ചെയ്യുമ്പോൾ അത് ശ്രോതാവിനെ ആകർഷിക്കാനുള്ള ഉപായ. ആ വിളിക്കണ പേരോ ഒക്കെ നല്ല നല്ല പേരുകളാണ്. മഹാബാഹോ, ആജാനുപ്രലംബ ബാഹുക്കളോടുകൂടിയവനെ എന്നൊക്കെ വിളിച്ചാൽ പിന്നെ ഇരുന്ന് എങ്ങനെയാ ശ്രദ്ധിക്കാണ്ടിരിക്കുക? മഹാവികൃതിയായിട്ടുള്ളൊരു കുട്ടിയെ മിടുക്ക എന്ന് വിളിച്ചാൽ അയാൾക്ക് വലിയ സന്തോഷമാവും. എന്നെയല്ലേ മിടുക്കാന്ന് വിളിച്ചത്, എന്ന് ഞാനൊന്ന് ശ്രദ്ധിക്കണ്ടേ, എന്നാലെങ്കിലും ഒന്ന് മിടുക്കനാവണ്ടേ എന്ന് വിചാരിക്കും. അപ്പം ഇപ്പം അർജുനൻ കൈയൊക്കെ തളർന്നിരിക്കുക. ഇപ്പം മഹാബാഹുവൊന്നും അല്ല, അമ്പും വില്ലൊക്കെ താഴെ വെച്ചിരിക്കുക, ഒന്നായിട്ട് ദേഹം തളർന്നിരിക്കുക. അപ്പോഴാണ് വിളിക്കണത് കരുത്തുള്ളവനേന്ന്. എന്തൊരു മനഃശാസ്ത്രപരമായ വിളിയാ നോക്കൂ, എത്ര പ്രേരണാദായകാന്ന് നോക്കൂ. ഹേ അർജുന, സന്യാസഃ അയോഗതഃ ആപ്തും ദുഃഖം. യോഗമില്ലാതെ സന്യസിക്കുക പറഞ്ഞാൽ അത് ദുഃഖം നേടാൻ വളരെ ദുഃഖാട്ടുവോ? അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞില്ലേ, യോഗമുണ്ടെങ്കിലേ സന്യസിക്കാൻ പറ്റുമെന്ന്. പലരും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ചിലർ, സ്വാമി എനിക്ക് സന്യാസ യോഗം ഉണ്ടോ? ഉണ്ടെങ്കിലൊന്ന് സന്യാസിയാവാമെന്ന് വിചാരിച്ചിട്ടാ എന്ന് കേട്ടാൽ കുറച്ചെങ്കിലും സുഖമുണ്ട്. നേരെ തിരിച്ച് അധികവും കേൾക്കണത്. ആശ്രമത്തിൽ ചിലർ വരാനുണ്ട്, സ്വാമി സ്വാമിക്ക് ഒരു വെച്ച് നമസ്കാരം ചെയ്യാൻ വേണ്ടി വന്നതാ. എന്തിനാടേ എന്നാ വെച്ച് നമസ്കരിക്കണത്? അല്ല, സ്വാമീനെ വെച്ച് നമസ്കരിക്കാനല്ല, സ്വാമിയുടെ മുമ്പിൽ കുറച്ച് പഴവും കുറച്ച് ദക്ഷിണയും ഒക്കെ വെച്ചിട്ട് ഒന്ന് നമസ്കരിക്കാൻ വേണ്ടി വന്നതാ. അതെന്തിനാ? അത് ജ്യോത്സ്യം പറഞ്ഞതാ. ഏതായി ജ്യോത്സ്യം എന്നൊന്നും അറിഞ്ഞാൽ തിരക്കേടില്ല. അയാളായിട്ടൊരു കൂട്ടുകച്ചവടം ഒന്ന് വളർത്താമായിരുന്നു, അതൊന്നും അറിയേയില്ല. അപ്പോൾ എന്താ വിഷയം? അത് സ്വാമി, എൻ്റെ മോനൊരു സന്യാസയോഗം ഉണ്ട്. സന്തോഷമായല്ലോ. അല്ല, സന്തോഷമല്ല, അതൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാ. എന്ത് വിട്ടിത്താഹേ, ഞങ്ങളുടെ കമ്പനിയിലേക്ക് ആൾ കൂടാനല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുക. ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഒരാൾ വരുന്നത് ഇല്ലാണ്ടാക്കുവോ? എന്നിട്ട് ആരാ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നാ വിചാരിച്ച്? സന്യാസിമാരെ പോയി നമസ്കരിച്ചാൽ സന്യാസയോഗം ഇല്ലാണ്ടാവുക അത്രേ. എവിടത്തെ കണ്ടുപിടുത്തം അതൊക്കെ? ഇതെന്ത് പറ്റി നമ്മുടെ ജ്യോത്സ്യന്മാർക്ക്? എത്രയോ പേര് വരാറുണ്ട്. അല്ല, നമുക്ക് നല്ല കിട്ടും, അതുകൊണ്ട് ആശ്രമത്തിലേക്ക് ഒരു വരുമാനമാവും. തുറന്നു പറയുക. നേരെ മറിച്ച് യോഗ്യനായിട്ടുള്ള ചെറുപ്പക്കാരൻ സന്യാസി ആവുക എന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് സുഖം ഉണ്ടാവുക. അപ്പൊ സന്യാസയോഗം, സന്യാസിയുടെ അടുത്ത് പോയാൽ സന്യാസയോഗം ഇല്ലാണ്ടാവുമോ? അതെങ്ങനെയാ? അതെന്താ അതിൻ്റെ യുക്തി? ഏതായാലും അങ്ങനത്തെ ജ്യോത്സ്യന്മാർ ധാരാളം ഉണ്ടാവട്ടെ, എന്നാലേ അദ്വൈതാശ്രമം പോലത്തെ ആശ്രമങ്ങൾ നടന്നു പോവുള്ളൂ. പക്ഷെ യുക്തിപൂർവ്വം ഒന്ന് ചിന്തിച്ചു നോക്കൂ. യുക്തിയെ പണയം വെക്കാതിരിക്കൂ. ഒരാൾക്ക് സന്യാസയോഗം കൊണ്ടാണ് സന്യസിക്കണതെങ്കിൽ സന്യാസിയുടെ അടുത്ത് പോയാൽ അതില്ലാണ്ടാവുമോ? അവന് കൂടുതലല്ലേ ചെയ്യുക. സ്വതവേ തന്നെ അവന് സന്യാസയോഗം ഉണ്ടെങ്കിൽ അവന് കാന്തത്തിൻ്റെ അടുത്ത് പോയാൽ കൂടുതൽ ആകർഷിക്കപ്പെടുകയല്ലേ ചെയ്യുക, ഇരുമ്പ്. അപ്പം ഈ ജാതി യോഗം എന്നാണ് ചിലർ മനസ്സിലാക്കുക. ഇവിടെ ഇതല്ല ഇവിടെ യോഗ ശബ്ദത്തിനർത്ഥം. കാരണം സന്യാസം യോഗം എന്നൊക്കെ ഒന്നിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ തല അതിലേക്കാണ് പോവുക. യോഗം ഉണ്ടെങ്കിലേ സന്യസിക്കാൻ പറ്റൂട്ടോ എന്ന്. ഇതൊക്കെ ഒരു യോഗം ഉണ്ടെങ്കിലേ നടക്കൂ. അല്ല, ഇതൊക്കെ പറയണത് ഒരു യോഗം തന്നെ അല്ല, അതുകൊണ്ടല്ലോ ഇതൊക്കെ പറയണതും ഒരു യോഗം തന്നെ. ഇവിടെ അതൊന്നുമല്ല യോഗ ശബ്ദത്തിനർത്ഥം. മറിച്ച്
യോഗം ചിത്തവൃത്തി നിരോധമാണ്. അങ്ങുമിങ്ങും പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകുന്ന ചിത്തവൃത്തികൾ മുഴുവൻ ഏകീകരിക്കപ്പെട്ട് കാറ്റില്ലാത്തിടത്ത ദീപം പോലെ ഒരാശ്രയത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥാവിശേഷമാണ് യോഗം. യോഗ ചിത്തവൃത്തി നിരോധ. ആ ഒരു തലത്തിലേക്ക് ഉയരുന്നതിനു വേണ്ടി ഓരോ ഗുണഭേദമനുസരിച്ചുമുള്ള സാധകന്മാർക്ക് വ്യത്യസ്ത യോഗമാർഗങ്ങളെ സ്വീകരിക്കാം. അവിടെയാണ് കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം തുടങ്ങി പല യോഗങ്ങൾ വരിക. അഷ്ടാംഗയോഗം. യോഗങ്ങളിലൂടെ പരമമായ യോഗത്തിലേക്ക് ഉയരുന്നു. അങ്ങനെ പരിപൂർണമായി മനസ്സിനെ നിയന്ത്രിച്ച് ഏകാഗ്രതയിലൂടെ നിരുദ്ധസ്ഥിതിയിലേക്ക് എത്തിയാൽ അത് യോഗമായി. ആ അവസ്ഥ കൈവന്നിട്ടില്ലെങ്കിൽ സന്യാസം ദുഃഖകരമാണ്. സന്യാസം നേടാൻ കഴിയില്ല. പാരമാർത്ഥിക സന്യാസത്തിലേക്ക് എത്തണമെങ്കിൽ നിശ്ചയമായും ഈ ഏകാഗ്രതയിലൂടെ നിരുദ്ധാവസ്ഥയിലേക്ക് എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്തായി, കാഷായം എടുത്തു, മുട്ട പിടിച്ചു, പേരും മാറ്റി ഞാൻ സന്യാസിയാണെന്ന് പറയുന്നു. അത് സന്യാസത്തിലേക്കുള്ള പരിശ്രമമാണ്, സന്യാസത്തിലേക്കുള്ള സാധനയാണ്. നമ്മളെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് സൂപ്രണ്ടിൻ്റെയും ഉന്നത പോലീസ് അധികാരികളുടെയൊക്കെ കാര്യാലയമുള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ. കുറച്ചും കൂടി അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാടകത്തിന് പലതരം വസ്ത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമുണ്ട്. ആ നടക്കാവിൽ ഇംഗ്ലീഷ് പള്ളീൻ്റെ അടുത്തേക്കാണ്ട് പോയി കഴിഞ്ഞാൽ തിരുവാതിര കളി വേണോ, ഒപ്പന വേണോ, ഇനി SIൻ്റെ വസ്ത്രം വേണോ, DGPൻ്റെ വേണോ, DIGൻ്റെ വേണോ, ഏത് വേണമെങ്കിൽ വാടകയ്ക്ക് കിട്ടും. ഏതാ കിട്ടാത്തത്? ഏതും കിട്ടും. എന്നാൽ നിങ്ങൾ തരിക, ഇത്രാം തീയതി തിരിച്ചു വരും, അഡ്വാൻസ് ഇത്ര തന്നോളൂ. അഡ്വാൻസും കൊടുത്തു. അത് കഴിഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞ് നാടകം കഴിഞ്ഞ് തിരിച്ചു കൊടുത്താൽ അഡ്വാൻസ് തിരിച്ചു തരും. വാടക കൊടുത്താൽ മതി. ചിദാനന്ദപുരസ്വാമിക്ക് അവരുടെ പരസ്യം പറയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. 3 സ്ഥാപനങ്ങളുണ്ട്. നല്ല സ്ഥാപനങ്ങളാണെന്നാണ് കേൾക്കണത്. പോയി വെക്കുക. അപ്പം ഞാൻ അതൊക്കെ ഇട്ടു. DGPൻ്റെ ഇട്ടുവിടെ വന്നു. ഞാൻ DGP ആവുക? അതെങ്ങനെയാത്? അതാവില്ല. ഇതുപോലെ ഞാൻ കാവ്യം കൊടുത്തു, മുട്ട പിടിച്ചു, പേരും മാറ്റി, സ്വാമി ചിദാനന്ദപുരി എന്നും പറഞ്ഞു, അതുകൊണ്ട് സന്യാസിയാവുമോ? ആവില്ല. സന്യാസത്തിലേക്ക് ഉയരുന്നതിനുള്ള ഒരു സാധനാക്രമം സ്വീകരിച്ചു എന്നേ അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് വിവിധിഷാ സന്യാസം എന്ന് ആ സന്യാസത്തിന് പൂർവാചാര്യന്മാർ പേര് കൊടുത്തത്. വിവിധിഷ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ഇച്ഛയാണ്. പരമമായ സത്യസാക്ഷാത്കാരത്തെ ഇച്ഛിച്ചുകൊണ്ട് ഒരു ജീവിതക്രമം സ്വീകരിക്കുന്നു. അതാണ് വിവിധിഷാ സന്യാസം. ഇപ്പം പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഉയരണമെങ്കിൽ യോഗം പ്രാപിക്കണം. യോഗത്തെ പ്രാപിക്കാതെ സന്യാസം ദുഃഖകരമാണ് അർജുന, എളുപ്പമല്ല, സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു, നീ യോഗത്തെ ആശ്രയിക്കൂ എന്ന്. യോഗമാതിഷ്ഠോത്തിഷ്ഠ ഭാരത എന്ന് 4-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. നീ അതാണിപ്പോൾ ചെയ്യേണ്ടത്. നീ യോഗത്തെ ആശ്രയിക്കൂ. യോഗയുക്ത മുനി, യോഗയുക്തനായ മുനി, യോഗത്തോട് ചേർന്നവനായ മുനി, യോഗി. ഹേ അർജുന, ന ചിരേണ, ഒട്ടും താമസമില്ല, എളുപ്പത്തിൽ തന്നെ ബ്രഹ്മ അധിഗച്ഛതി, ബ്രഹ്മപ്രാപ്തനാകുന്നു. യോഗയുക്തനായാൽ എളുപ്പം ബ്രഹ്മപ്രാപ്തനാകുന്നു. അതുകൊണ്ട് നീ യോഗയുക്തനായി തീരൂ എന്ന് ഭഗവാൻ ഉപദേശിക്കുകയാണ്. തുടർന്ന് നമുക്ക് നാളെ കൃത്യസമയത്തിന് ചിന്തിക്കാം.